ക്ഷമ പന്തീരാങ്കാവ് കേസിൽ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ഇന്നലെ വരെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്, നമുക്കറിയാം. രാഹുലിനെ വലിയ പ്രതിസ്ഥാനം നിർത്തി പന്തീരാങ്കാവ് കേസിൽ രാഹുൽ എന്തോ ഒരു വലിയൊരു ഭീകരജീവിയെ പോലെയാണ് സ്ത്രീകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. രാഹുൽ ഭാര്യയെ അടിക്കുന്നു, ഇടിക്കുന്നു, കടിച്ച് പറിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു. പോരാത്തതിന് രാഹുലിൻ്റെ കേസിൽ രാഹുൽ ഒരു സൈക്കോയാണ് എന്നാണ് രാഹുലിൻ്റെ ഭാര്യ പറയുന്നത്. രണ്ടാം വിവാഹമായിരുന്നു, അത് മറച്ചു വെച്ചു എന്ന് പറയുന്നു. ബെൽറ്റിനടിച്ചു, ചാർജറിന് കഴുത്ത് മുറുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ അതേ പെൺകുട്ടി, മലയാള ഭാഷയിൽ പറഞ്ഞ അതിജീവിത, യൂട്യൂബ് ചാനലിലൂടെ വന്ന് അങ്ങനെയൊന്നും അല്ല, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഇതൊക്കെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ തോന്നുന്നത്? ഇത് ഒരു വല്ലാത്തൊരു വേർഷനാണ്. ഒന്ന്, ഈ രാഹുൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ, ഈ കുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ നഷ്ടപ്പെട്ടത് ഒരാളുടെ ജീവിതമല്ല. രാഹുലിൻ്റെ മാതാവ് ഉഷാകുമാരി, കാർത്തിക സഹോദരി കാർത്തിക, ഇവരുടെ കേസിലെ പ്രതികളാണ്. പിന്നെ ഇതൊന്നും അറിയാത്തൊരു ഡ്രൈവർ രാജേഷ്, പിന്നെ ഈ രാഹുലിന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം പ്രതിയാക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ പോലീസുകാരൻ, അയാൾ ഒളിവില. ഈ ശരത്തൊക്കെ ഒളിവില. 5 പേരാണ് കേസിലെ പ്രതികൾ. എനിക്ക് തോന്നുന്നു പോലീസിന് ഇത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. 12ാം പോലീസിന് ഇത് ആദ്യമേ ബോധ്യപ്പെട്ടപ്പോഴാണ് പോലീസ് എന്ത് ചെയ്തു, ഇത് ഒരു കുടുംബ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് സാധാരണ ഇങ്ങനെ കുടുംബ പ്രശ്നം സ്റ്റേഷനിൽ വരുമ്പോൾ ഒത്തുപോകുന്നെങ്കിൽ ഒത്തുപോകട്ടെ എന്ന് പോലീസ് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പോലീസ് ആ രീതിയിൽ നടപടിയെടുത്തു. അപ്പോഴെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുകാർ ഇത് ഇളക്കി മറിച്ചു. ഈ കുട്ടിയുടെ വീട്ടുകാർ ഇളക്കി മറിച്ചു എന്നുള്ളത് നമ്മൾ ആ പോലീസുകാരെ കുറിച്ച് പറയുമ്പോൾ ഈ പോലീസുകാരുടെ പല കേസുകളും വരുമല്ലോ. പല കേസുകളും വരുമ്പോൾ ന്യായം ഒരാളുടെ ഭാഗത്താണെങ്കിലും നിയമം അയാളുടെ ഭാഗത്ത് ന്യായം അനുശാസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പോലീസുകാർ നിസ്സഹായരായി പോകുന്ന ചില കാഴ്ച, അങ്ങനെയുള്ള കാഴ്ച. നല്ല പോലീസ് ഉദ്യോഗസ്ഥർ അതിനുശേഷം ഈ പ്രതിയാക്കപ്പെടുന്ന ഉദാഹരണത്തിന് പോക്സോ കേസുമായിട്ട് പല ആൾക്കാരും വരും. അതായത് വ്യാജ പോക്സോ കേസ്. കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടതാണ്, കുട്ടികൾ ജയചന്ദ്രൻ വ്യാജ പോക്സോ കേസ് വന്നു എന്ന് പറഞ്ഞൊരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസുകാരന് മനസ്സിലാവും ഇത് ആ പെൺകുട്ടിയുടെ അമ്മ വ്യാജമായിട്ട് ചമയ്ക്കുന്നതാണ് എന്ന് പല കേസുകളിലും മനസ്സിലാവും. ഇയാൾ നിരപരാധിയാണെന്ന് മനസ്സിലാവും. അപ്പൊ പോലീസുകാർ എന്ത് പറയും, പ്രതിയെ പിടികൂടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒളിവിലാണ് എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം പോട്ടെന്ന്. എന്നിട്ട് പ്രതിയോട് പോലീസുകാർ തന്നെ പറയുന്ന സാഹചര്യമുണ്ട്, നിങ്ങൾ ഒളിവിൽ പൊക്കോ, നമുക്ക് അറിയാമെന്ന് ആന്റിസിപ്പേറ്ററിക്ക് പോകാൻ പറയും. ആന്റിസിപ്പേറ്ററിക്ക് നിങ്ങൾ ആന്റിസിപ്പേറ്ററിക്ക് പോകും. ആന്റിസിപ്പേറ്ററിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ മുൻകൂർ ജാമ്യത്തിന് പോവുകയാണെങ്കിൽ പോലീസ് സാധാരണ എടുക്കുന്ന നടപടിയാണ് ഇനി കോടതി തീരുമാനം എടുക്കട്ടെ, അതുവരെ പോലീസ് അങ്ങ് സൈലന്റ് ആവും. മിക്ക കേസുകളിലും പോലീസ് ചെയ്യുന്ന പോലീസ് സൈലന്റ് ആയപ്പോൾ പോലീസിന് വലിയ നഷ്ടം സംഭവിച്ചു. ഒരുപാട് പേരെ ബാധിച്ചു. ഒരുപാട് പേർക്ക് PR ഓപ്പൺ ആയി, പണിഷ്മെന്റ് റൂൾ ഓപ്പൺ ആയി കൊടുത്തു. പലരുടെ സർവീസിന്റെ പിന്നെ ഇനിയുള്ള ഉയർച്ചയെ ബാധിച്ചു. അങ്ങനെയുള്ള പ്രശ്നമായതുകൊണ്ടാണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ACP അങ്ങനെ തീരുമാനം എടുത്തതുകൊണ്ടാണ്. ഇനി ഒന്നും നോക്കാനില്ല, ഇവനെ പിടിക്കുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നുള്ള രീതിയിൽ ഇവരുടെ ഈ കുട്ടിയുടെ മൊഴി, ഈ കുട്ടി പറയുന്നു കഴിഞ്ഞ മാസം തന്നെ ACP വന്നപ്പോൾ ACPയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതാണ്. അപ്പോൾ ACP പറഞ്ഞത് പല പോലീസുകാരെയും പണി കൂട്ടിക്കുക, നീ എന്തിനാ എന്റെ പണി കൂടെ കളയാൻ നിൽക്കണമെന്നാണ് ഈ കുട്ടിയോട് ചോദിച്ചത്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം, ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഹൈക്കോടതിയിൽ ഈ കുട്ടി പിന്നെ ഇത് സമർപ്പിച്ചിട്ടുണ്ട്, സത്യവാങ്മൂലം സമർപ്പിച്ചു. ഈ ദേഹം ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 28-ാം തീയതി സത്യവാങ്മൂലം പിന്നെ ഒപ്പിട്ട് കൊടുത്തു. അതായത് ഈ കുട്ടി വീട്ടിൽ നിന്നും തിരുവനന്തപുരത്ത് IT സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന ദിവസം തന്നെ ഒപ്പിട്ട് കൊടുത്തു, സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ട് കൊടുത്തു. പിന്നെ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ വീട്ടുകാരുമായി സംസാരിച്ചിട്ടുണ്ട്. 8-ാം തീയതിക്ക് ശേഷം വീട്ടുകാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇന്നലെയാണ് ഈ കുട്ടിയുടെ വീഡിയോ ആദ്യമായി വരുന്നത്. ഇന്നലെ രാത്രിയിൽ 2ാമത്തെ വീഡിയോ വീണ്ടും വന്നു. ആദ്യം ഒരു 18 മിനിറ്റ് വീഡിയോ വന്നു, ഇന്നലെ രാത്രിയിൽ വീണ്ടും വീഡിയോ വന്നു. ആ 2ാമത്തെ വന്നിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ ആരും തട്ടിക്കൊണ്ട് പോയതല്ല, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സത്യം നാട്ടുകാരോട് പറയാൻ പറ്റില്ല, എൻ്റെ ഫോൺ പോലും പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പുറത്തെത്തിയ ശേഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്തുണ എനിക്ക് ലഭിച്ചതിൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത്. ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അച്ഛൻ ഇപ്പോഴും, ആ കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ ബന്ധുക്കാരും ഒക്കെ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഈ കേസിനകത്ത് അവനെ അടിച്ചു സ്ത്രീധനം. ഈ കുട്ടി പറയുന്നുണ്ട് സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്തൊരു വലിയ കഥയുണ്ട്. ഞാൻ അവിടുത്തെ ഒരു റിപ്പോർട്ടറോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പം ഈ കേസ് ഇന്നലെ ഞാനിത് റിപ്പോർട്ട് ചെയ്തായിരുന്നു, ഈ വാർത്ത. ഈ കുട്ടിയുടെ ഈ 18 മിനിറ്റുള്ള വീഡിയോ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ABCയിൽ. അപ്പം ഞാൻ അതിനു മുമ്പ് തന്നെ റിപ്പോർട്ടർ എടുത്ത് വിളിച്ച് ഇത് കണ്ട ഉടനെ ഞാൻ റിപ്പോർട്ടർ ചോദിച്ചു ഇങ്ങനെ സംഭവം വരുന്നുണ്ടല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് സ്ഥിരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവർ തമ്മിൽ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടാണ്, രാഹുലും ഈ പെൺകുട്ടി. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ആ സമയത്ത് തന്നെ ഈ കുട്ടിയോട് ഇവൻ ഒരു വിവാഹം കഴിച്ചതാണെന്നും
അല്ല, അവൻ വിവാഹം കഴിച്ച അവൻ ലിവിങ് ടുഗദർ ആണെന്നാണ് ഞാൻ. വിവാഹം കഴിച്ചു, അതിൽ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇവന്റെ മറ്റൊരു മാട്രിമോണി സൈറ്റിൽ ഇവന്റെ ഡിവോഴ്സ് തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഈ അരികയൊക്കെ പോലെയുള്ള ഇതുണ്ടല്ലോ പിന്നെ അതിലേക്ക് ഇത് ചെയ്തിരുന്നു. ഈ ഇൻസ്റ്റയിലുള്ള പരിചയത്തിൽ ഈ കുട്ടി ഇത് ചോദിച്ചിട്ട് ഇവന്റെ അതിൽ പോയിട്ട് ഈ കുട്ടി ഇത് ചെയ്തു, ലൈക്ക് ചെയ്തു. പിന്നീട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ കുട്ടിയാണ് ഇവനോട് പറഞ്ഞത് പിന്നെ എൻ്റെ വീട്ടിൽ നേരത്തെ വിവാഹം കഴിച്ച കാര്യം പറയരുതെന്ന് പറഞ്ഞു. ശരി. ഇവനോട് പറഞ്ഞത് ഈ കുട്ടിയാണ്. പക്ഷെ അത് ഈ അദ്ദേഹം പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ 18 മിനിറ്റ് വീഡിയോ മൊത്തം കണ്ടു നോക്കിയത്. അപ്പൊ ഈ കുട്ടി ഇതിനകത്ത് ഇത് പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കുന്നത്. അതായത് പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് അറിയാമെന്നുള്ളൂ വിവാഹിതനായിരുന്നു എന്ന്. എന്നിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത് ഞാനാണ് പറഞ്ഞത് വീട്ടുകാരോട് പറയേണ്ടെന്ന്. പക്ഷേ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഡിവോഴ്സ് ആവാതെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അല്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതെ അതെ, അത്രേ ഉള്ളൂ. എങ്കിൽ പിടിച്ചോണ്ട് പോവാ. അത് നിയമമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. വിവാഹം കഴിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ആ റൂമിൽ ഒരു പ്രശ്നമുണ്ടായി. ഈ കുട്ടിക്ക് നേരത്തെ ഒരു മാട്രിമോണിയിൽ വന്ന ഒരു വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട ആളോട് ഈ കുട്ടി സംസാരിച്ചു. ഇത് രാഹുൽ എന്ന ആള് കണ്ടപ്പോൾ അദ്ദേഹം ഇത് തെറ്റിദ്ധരിച്ചു. ഈ കുട്ടിയും രാഹുലുമായിട്ടൊരു കശപിശ അവിടെ വെച്ച് ഉണ്ടായി. ദെൻ ഇവർ തമ്മിൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഈ കുട്ടി പറയുന്ന വേർഷൻ അതാണ്, പരിഹരിക്കപ്പെട്ടു. പിന്നീട് ഈ കുട്ടി ബാത്റൂമിൽ പോയ സമയത്ത് അവിടെ തലചുറ്റി വീണു. അങ്ങനെയാണ് ഈ മുറിവുകൾ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരിക്കും ആദ്യം ഇങ്ങനെ ഇയാളെ അത്യധികം പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് നിലപാട് ഈ കുട്ടി വന്നത്? ആദ്യം ഈ കുട്ടി പറയുന്നത് കുട്ടിയുടെ വീട്ടുകാർ വളരെ പിന്നെ ഒരു കാര്യമുണ്ട്. വീട്ടുകാർ പെട്ടെന്ന് വന്ന് ഈ പറയുന്ന പോലെ പുതിയൊരു സ്ഥലത്തേക്ക് ഒരു പെൺകുട്ടി എത്തപ്പെടുകയാണല്ലോ. ഇത് വിവാഹം ചെയ്തിട്ട് ഇദ്ദേഹം അങ്ങോട്ടല്ലല്ലോ പോകുന്നത്. ഈ കുട്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതല്ലേ. ഒരു പുതിയൊരു എതിർപ്പായിരുന്നു വിവാഹത്തിന്. ആരുടെ? ഇവരുടെ വീട്ടുകാര് ഈ പറയുന്ന അമ്മ സഹോദരിയോടൊന്നും ഈ കുട്ടിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. അവർക്ക് തിരിച്ചുമില്ല. ആർക്കാ? ഈ ഉഷാകുമാരിക്കോ? അല്ല, അങ്ങനെ തിരിച്ചില്ലെങ്കിൽ വീട്ടുകാര് തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇയാൾക്കെതിരെ രാഹുലിനെതിരെ. അല്ല, കുട്ടിക്ക് ഇവരോട് അറ്റാച്ച്മെന്റ് അല്ല, അദ്ദേഹത്തിന് ഈ കുട്ടിയുടെ വീട്ടുകാരോട് അറ്റാച്ച്മെന്റ് ഉണ്ടെന്നല്ല, രാഹുലിന്റെ വീട്ടുകാരുമായിട്ട് ഈ കുട്ടിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. അവർക്ക് തിരിച്ചുമില്ല. അവർക്ക് തിരിച്ചുമില്ല. അവരുടെ കമന്റ്സ് എല്ലാം അങ്ങനെയായിരുന്നു. ഈ കുട്ടി മദ്യപിക്കുമായിരുന്നു, രാഹുൽ വാങ്ങി വെച്ചിരിക്കുന്ന മദ്യം എടുത്ത് കുടിക്കുമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. മദ്യപിക്കുമായിരുന്നു, പുകവലിക്കുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുലും അത് പറയുന്നുണ്ട്. മദ്യപിക്കും, പുകവലിക്കും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, രാഹുൽ ഒരു സൈക്കോയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ പെൺകുട്ടി പറയുന്നത് ഭക്ഷണം വാരി കൊടുക്കണമായിരുന്നു. എനിക്ക് ഭക്ഷണം വാരി തരാൻ പറയും, ഇതൊരു സൈക്കോയാണ്. പിന്നെ ഒരുമിച്ച് കുളിക്കണം, അതൊക്കെ പറയുന്നുണ്ട് പുള്ളി. അപ്പൊ എനിക്ക് സൈക്കോ തരമായിട്ട് തോന്നി എന്നൊക്കെ ഉള്ള ആരോപണങ്ങളുമായിട്ട് വന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം പാടെ നിഷേധിക്കുകയാണ്. എന്നെ ഇത്രത്തോളം സ്നേഹിച്ച ഒരാളില്ല എന്നൊക്കെയാണ് ഈ കുട്ടി. ഒന്ന്, ഒരു ബാല്യതയുടെ ചാബല്യം കുട്ടിക്ക് വിട്ടുമാറിയിട്ടില്ല. ബാല്യകാലത്തിന്റെ ഒരു ടെൻഡൻസി ആ കുട്ടിയുടെ സംസാരത്തിലുണ്ട്. അങ്ങനെ നമുക്കത് കുട്ടിയെ കാണുമ്പോൾ ഉണ്ട്. പിന്നെ ഈ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ ഈ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഇരിക്കുന്ന കുട്ടികളായിരിക്കും. ഇവരെ വിവാഹം കഴിപ്പിച്ച് വിടുന്ന മറ്റൊരു വീട്ടിലേക്കാണ്. ദെൻ വീട്ടുകാരുടെ അടുത്ത് വന്ന് വീട്ടുകാർ പെട്ടെന്ന് ഒരു പ്രശ്നം കാണുന്നു, വീട്ടുകാർ കയറി എന്ന് പറയില്ലേ പൊന്നെ കറളയെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നതിന്റെ അദ്ദേഹത്തെ ഒരു മുറിവുണ്ടോ എന്താന്ന് ചോദിക്കുന്നു. ഇതുപോലെ ഒരു നടിച്ചെന്ന് പറയുമ്പോൾ അവർ പിന്നെ ഇറങ്ങി. അല്ല, അതൊരു നല്ല കാര്യമാണ്. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് വിസ്മയുടെ കേസിലേക്ക് അറിയാം. MVD ഉദ്യോഗസ്ഥനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടിയിട്ടും വിസ്മയുടെ അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമോളെ എന്നാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഇത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നൊന്നുമല്ല പറഞ്ഞത്. അവർക്കിടയിൽ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം, അവർക്കിടയിൽ അത് പരിഹരിക്കപ്പെട്ടു, പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നത്. പിന്നീട് അതിൽ ചെന്ന് ഈ പറയുന്ന പോലെ പെട്ടെന്ന് അവരെ എന്താണ് കാര്യമെന്ന് എനിക്ക് തോന്നുന്നു ഇവർ തോക്കിനകത്ത് കയറി വെടിവെച്ചു പോയി. അത് എടുത്തു ചാടി ഒരു അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെട്ടു എന്ന് എനിക്ക് തോന്നി. അത് പൂർണ്ണമായിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇവർ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ ഇവർ ആദ്യം ചെയ്ത പരിപാടി ഇവർ മീഡിയയെ വിളിച്ചു വരുത്തി. അത് ഇവരുടെ സഹോദരനാണ് വിളിച്ചു വരുത്തി. ഈ കുട്ടിയുടെ സഹോദരൻ മിനിറ്റിനാണ് ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനത്തിലോട്ട് കോൾ കൊണ്ടിരുന്നത്. തുടർച്ചയായിട്ട് അവരെ ഇങ്ങനെ വിളിച്ചു വരുത്തും. പക്ഷെ ഇന്നലെ ഞാൻ ആ പെൺകുട്ടിയുടെ ബൈറ്റൊക്കെ ആ സമയത്ത് ഒരുപാട് ഇന്ന് കണ്ടതാണ്. എനിക്ക് അതിൽ ഒരുപാട് പൊരുത്തക്കേട് തോന്നി. വളരെ സ്ട്രോങ് ആയിട്ട് ആ പെൺകുട്ടി പറയുകയാണ്. പക്ഷെ അതിൽ എനിക്ക് ഒന്നും അങ്ങോട്ട് അതിനൊരു ബേസ്മെന്റ് ഇല്ലാത്ത പോലെ തോന്നി. പക്ഷെ രാഹുൽ പല കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടെയൊക്കെ ഒരു പൊരുത്തം ഉള്ളതുപോലെ തോന്നി. ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പൊ വന്നിട്ട് പെട്ടെന്ന് അത് മാറ്റി പറയുമ്പോൾ ഇതിലും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നത് പോലെ ഉണ്ട്. പെട്ടെന്ന് വന്നിട്ട് അതൊരു ചാബല്യം, ആ കുട്ടി ഈ കുട്ടിക്കാലത്തിന്റെ ഒരു ചാബല്യം, താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഒന്നുകിൽ താൻ ഒരു മാനസാന്തരം, അതായത് താൻ കാരണം ഒരു മനുഷ്യൻ, അത് ഈ രാഹുൽ പറയുന്ന ഏതോ ഒരു നാട്ടിൽ തെണ്ടിത്തിരിഞ്ഞ്
ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം അനുഭവിച്ച് തെണ്ടി ഈ ഇതൊക്കെ കേട്ടപ്പോൾ താൻ ചെയ്തത് ഈ 3 ആഴ്ചയെന്ന് പറയുമ്പോൾ എത്രയാണ് 21 ദിവസം. ആ 21 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വീഡിയോ, ആ വീഡിയോ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലും ഈ പയ്യനോട് സ്നേഹം തോന്നിയ ഒരു പെൺകുട്ടിക്ക് ഇവന്റെ ഇന്നത്തെ ഈ അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ആ സെന്റിമെന്റ്സ് അവൻ ആ സെന്റിമെന്റ്സ് കയറി പിടിച്ചെന്ന് എനിക്ക് തോന്നി. അത് ഈ കുട്ടിക്ക് സെന്റിമെന്റ്സ് ആയിപ്പോയി. അപ്പൊ ഈ കുട്ടി ഇത് മനസ്സിലിട്ട് എന്താ പറയുക എങ്ങനെയിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി ജോലി എന്ന് പറഞ്ഞിട്ട് 28-ാം തീയതി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് ഈ കുട്ടി തിരുവനന്തപുരത്ത് വന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് എഴുതി കൊടുത്തു. ഈ മാസം 21 വരെ ഈ കുട്ടി ലീവ് എഴുതി കൊടുത്തിരിക്കുക ആ സ്ഥാപനത്തിൽ. പിന്നെ ഈ കുട്ടി തിരുവനന്തപുരത്തുണ്ട്, കഴക്കൂട്ടത്തുണ്ട്. കഴക്കൂട്ടത്തു നിന്നാണ് ഇന്നലത്തെ 2 വീഡിയോയും കഴക്കൂട്ടത്തെ ഒരു ഫ്ലാറ്റിൽ നിന്നുള്ള നെറ്റ്വർക്കിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം പോലീസിന്റെ കയ്യിൽ ഇനി വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മാൻ മിസ്സിങ്ങിന്റെ FIR ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കഴക്കൂട്ടം പോലീസ് ഈ കുട്ടിയെ കണ്ടെത്തി പോലീസ് കോടതിയിൽ കുട്ടിയെ ഹാജരാക്കും. കോടതിയിലെത്തിയാൽ ഇപ്പം നിലവിലെ കണ്ടീഷനിൽ ഈ കുട്ടി പറയാൻ പോകുന്നത് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതാണ്. പ്രായപൂർത്തിയായ കുട്ടിയാണ്, കുട്ടിയുടെ തീരുമാനം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പോലീസ് കോടതി ആ കുട്ടിയെ സ്വതന്ത്രയാക്കി വിടും, അല്ലെങ്കിൽ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിൽ പോകാനുള്ള അതും താല്പര്യം ഉണ്ടോയെന്ന് കുട്ടിയുടെ താല്പര്യം ഉണ്ടോയെന്ന് ചോദിക്കും കോടതി. അല്ലാതെ ആ കുട്ടി ഒരു വ്യക്തിയാണ്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് വീട്ടിൽ പോകാൻ എനിക്ക് സംരക്ഷണം വേണം, എനിക്ക് വീട്ടിൽ സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി പറയും പോണ്ടെന്ന് പറയും. അതേ സംഭവിക്കാൻ പോകുന്നത്. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഞങ്ങൾ രഹസ്യമൊഴി എടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. 164 എടുത്തിട്ടുണ്ട് ഇവർ. ഈ കുട്ടിയുടെ 164 ജഡ്ജിന്റെ മുന്നിൽ കൊണ്ടുപോയി എടുത്തിട്ടുണ്ട്, രഹസ്യമൊഴി എടുത്തിട്ടുണ്ട്. ഈ 164 നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ കുട്ടി 28-ാം തീയതി സത്യവാങ്മൂലം ഹൈക്കോടതി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 164 പൊളിയും, രഹസ്യമൊഴി പൊളിഞ്ഞു പോകും. കാര്യം ഇര കൊടുത്ത 164, ഈ 164ന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മജിസ്ട്രേറ്റ് ഒന്നും ചോദിക്കില്ല. മജിസ്ട്രേറ്റ് പറയും നിങ്ങൾ ഇന്ന കേസിലെ ഇരയാണ്, ഇന്ന ആളാണ് ഈ കേസിലെ പ്രതി എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടോ, അത് നിങ്ങളുടെ ഭർത്താവാണെന്നുള്ള ബോധ്യം ഉണ്ടോ എന്ന് പറയും. ഈ കുട്ടി ഉണ്ടെന്ന് മറുപടി പറയും. എങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയും. പിന്നെ മജിസ്ട്രേറ്റ് ഒരു ചോദ്യം ചോദിക്കില്ല, ഒരു ചോദ്യമില്ല. പിന്നെ മജിസ്ട്രേറ്റ് ഏറ്റവും അവസാനം ഈ മൊഴിയെടുത്ത് മജിസ്ട്രേറ്റ് എന്ത് ഈ കുട്ടിക്ക് കൊടുക്കും. ഇത് വായിച്ചു നോക്കാനുള്ള മൊഴി പറഞ്ഞു കൊടുക്കും. ഇതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടി ഒപ്പിടും. ദെൻ സീലടിച്ച് 164 പോവുകയാണ്. അതായത് സമ്മർദ്ദമില്ലാതെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ് രഹസ്യമൊഴിയുടെ ഒരു വലിയ പ്രത്യേകത. പക്ഷേ രഹസ്യമൊഴി പോലും പൊളിച്ച കേസുകൾ പലതും ഉണ്ട്. സരിതയുടെയൊക്കെ 164 പൊളിച്ചു കളഞ്ഞു. സരിതയൊക്കെ കൊണ്ട് എത്ര 164 കൊടുത്തു, അതെല്ലാം പൊളിച്ചു കളഞ്ഞില്ലേ. അപ്പോൾ ഇതും ഈ പറയുന്ന പോലെ ഹൈക്കോടതിയിലേക്ക് സത്യവാങ്മൂലം പോയിട്ടുണ്ട്. സത്യവാങ്മൂലം 28-ാം തീയതി തന്നെ പോയിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും ദിവസം 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിലൊരു അഭിഭാഷകന്റെ ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വക്കീൽ ബുദ്ധി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഇത് 28-ാം തീയതി ആ കുട്ടി അവിടെ വരുന്നതിൻ്റെ അന്ന് തന്നെ 28-ാം തീയതി എനിക്ക് കുട്ടി നേരിട്ട് എന്തായാലും ഹൈക്കോടതിയിൽ പോയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പ്രതിഭാഗമാണ് ഇരയുടെ സത്യവാങ്മൂലം കൊണ്ട് കോടതി കൊടുത്തിരിക്കുന്നത്. ഇനി ഇര പോയി ഹൈക്കോടതി വിളിപ്പിക്കും. ഇര ചെന്ന് പറയുന്നു, അതിജീവിത എന്ന് പറയുന്നു, ഞാൻ എൻ്റെ സമ്മതത്തോട് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കോഷാവും. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ശശിയായിരിക്കുന്ന CBI. ഈ കേരളത്തിലെ CBIക്ക് കുറച്ചു കാലമായിട്ട് വളരെ മോശം മാധ്യമങ്ങളും ഏറ്റവും വലിയ ശശി മാധ്യമങ്ങൾ ശശിയാവുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ വാർത്ത കൊടുക്കുന്നത്. കാരണം അവർക്ക് വ്യൂസ് കിട്ടിയാൽ മതിയല്ലോ. ഇന്നത്തെ വാർത്തയല്ല നാളത്തെ വാർത്ത. നമ്മൾ ഏതോ സിനിമയിൽ പറയും പോലെ പരിന്ത് ചാവുന്നത് പാമ്പ് ചാവുന്നത്, പാമ്പ് ചാവുന്നത് തവള ചാവുന്നത് എന്ന് പറയും പോലെ. അതുപോലെയാണ് മാധ്യമങ്ങളുടെ വാർത്ത. സെൻസും ഇല്ലാത്ത നമുക്ക് ഒന്നുമില്ല. അത് മാധ്യമങ്ങളെ ഇന്നലെ നമ്മൾ മാധ്യമങ്ങളെ കുറിച്ച് സംസാരിച്ചു, മാധ്യമങ്ങളുടെ നിലപാടുകളെ കുറിച്ച്. ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് റീച്ച് കിട്ടുന്ന എന്തിലും കയറി അള്ളിപ്പിടിക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കോ, ഇപ്പം ഈ അതിജീവിതയുടെ ബൈറ്റൊക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നായിരിക്കും എന്താ പറയാ വേറൊരു സ്ഥലത്ത് ആ സംഭവം ഉണ്ടാവുന്നത്. പെട്ടെന്ന് ലൈവ് അവിടെ കട്ടാവും. അതിജീവിതം എന്ത് ശശിയായി. നമുക്കൊന്നും പറയാനും പറ്റില്ല ഷാമേ. കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ, അവർക്ക് ജീവിക്കണ്ടേ. രണ്ടാമത്തെ കാര്യം, ഈ അവരെ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സാറ്റലൈറ്റിൽ ലൈവ് മാധ്യമങ്ങൾക്ക് അപ്പം എന്താണോ നടക്കുന്നത് അതാണ് അവരുടെ വാർത്ത എന്ന് പറയുന്നത്. അതാണ് റീച്ച് ഇവർക്ക് ഈ മാധ്യമങ്ങൾക്ക് എന്താ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ഇതിന്റെ പന്തീരാങ്കാവിന്റെ റിസൾട്ട് വന്ന ശേഷം നമുക്ക് വാർത്ത ചെയ്യാമെന്ന് പറഞ്ഞില്ല, നടക്കില്ലല്ലോ. ഇവരുടെ അതുകൂടെ നമ്മൾ കാണണം. കാരണം ഇവരുടെ ഒരു വാർത്തയുടെ ഒരു പ്രഷറും കൂടെ കോടതി വിധികളെയും സമൂഹത്തിന്റെ ഇതും കൂടെ സ്വാധീനിക്കുന്നുണ്ട്. ഞാനൊരു കഥ പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ഒരു വലിയ പത്രത്തെ ബേസ് ചെയ്തിരിക്കുന്ന ചാനല്, വലിയൊരു പത്രത്തെ ബേസ് ചെയ്തിരിക്കുന്ന എന്താ പറയുക നമ്പർ 1 പത്രത്തെ ബേസ് ചെയ്തിരിക്കുന്ന ചാനല് ഒരു വാർത്ത അടിച്ചു. കൊല്ലം പാരിപ്പള്ളിയിൽ
പിന്നെ അമ്മയുടെ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചു. ഞാൻ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കേട്ടു കാണും. കേട്ടിട്ടുണ്ട്. രാവിലെ വരുന്ന ബ്രേക്കിംഗ് ആണ്. രാവിലെ ഒരു 9 മണിക്ക് വന്ന സമയത്ത് ആ സ്ഥാപനം ബ്രേക്ക് ചെയ്തു. വലിയ വാർത്തയാണ്. അപ്പം ഞാൻ തിരുവനന്തപുരത്തെ ക്രൈം റിപ്പോർട്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വിളി വരും ഡെസ്കിൽ നിന്ന്, ഇന്ന പോലെ ഒരു വാർത്ത കൊടുക്കുന്നു എന്ന് പറഞ്ഞു. വാർത്ത കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ വെച്ചിട്ടാണ് മറ്റുള്ളവർ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അമ്മ അടിച്ചു, ഒരു പിഞ്ച് പെൺകുഞ്ഞാണ് മരിച്ച, ഒരു 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ ദേഹത്ത് 4 വയസ്സുണ്ട്, ദേഹത്ത് പാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ വിഷ്വലും ഈ കുഞ്ഞിൻ്റെ ദേഹത്തെ കുറച്ച് ഫോട്ടോസും, പാടുള്ള കുറച്ച് ഫോട്ടോസും, കുഞ്ഞിൻ്റെ മുഖം ബ്ലർ ചെയ്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമുക്കതിനെ, എനിക്കതിനോട് അടി കൊണ്ടിട്ടുണ്ട് കുഞ്ഞിന്, കൈ കാലിലൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടി എന്നാലും കാലിലുള്ള അടിയിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് മരണം സംഭവിക്കുന്നതെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ പാരിപ്പള്ളിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കുഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു. അങ്ങനെ അപ്പം ഇവരെ വന്ന് പാരിപ്പള്ളി കിടന്ന് തുടർച്ചയായിട്ട് ലൈവ് മറ്റു മാധ്യമങ്ങൾ ഇവർ തുടങ്ങി വെച്ചു. ബാക്കിയുള്ളവർ കയറി പിടിച്ചിട്ട് ഇവരുടെ മേളിൽ എത്താൻ അവർ മത്സരം. ഇതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം ഒന്നാമൻ കൊടുക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ രണ്ടാമനും മൂന്നാമനൊക്കെ പ്രശ്നം ഭയങ്കരമായിട്ട്. ഇത് ഒന്നാമനല്ല, ഈ ചാനൽ ഒന്നാമനല്ല. ഇതൊരു വലിയ പത്രത്തിന്റെ ബേസ് ചെയ്തിരിക്കുന്ന ചാനൽ. ആ പത്രത്തിലെ ഒരു മാധ്യമപ്രവർത്തകന്റെ കഥ ഇന്നലെ ഞാൻ ധനുഷിനോട് ഞാൻ പറയുകയും ചെയ്തിരുന്നു. ആ പത്രത്തിലെ മാധ്യമപ്രവർത്തകന്റെ ഇതിനു വേണ്ടി ആർക്കാ അജ്മൽ കസബിന് വേണ്ടി പോസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ അഫ്സൽ ഗുരുവിന് വേണ്ടി പോസ്റ്റ് ഇടുകയും ഖബറിടം വിശാലമാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പിട്ട ആള് ഇന്ന് അതൊക്കെ മുക്കി മാധ്യമ രംഗത്ത് മെയിൻ സ്ട്രീമിലേക്ക് കയറി വന്നപ്പോൾ ഇതെല്ലാം പുള്ളി ഡിലീറ്റ് ചെയ്തോളൂ. എന്നിട്ട് ഇപ്പം ഡിബേറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കഥ ഞാൻ ഇന്നലെ ധനുഷിനോട് പറഞ്ഞു. ധനുഷിന് അറിയാവുന്ന കഥയാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട കഥയല്ലല്ലോ ഇത്. കുഞ്ഞിന്റെ കഥയിലേക്ക് വരാം. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നമുക്ക് സമ്മർദ്ദം, പ്രഷർ താങ്ങാൻ വയ്യ. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് പാരിപ്പള്ളി വരെ വണ്ടി നിമിഷ നേരം കൊണ്ടാണ് വണ്ടി ഓടിപ്പോകുന്നത്. അതും ഈ പള്ളിപ്പുറത്തൊക്കെ എത്തിയപ്പോൾ വണ്ടി എതിരെ വന്ന് വണ്ടികൾ കയറിയ ഡ്രൈവർക്ക് പ്രഷർ, ക്യാമറമാന് പ്രഷർ, എനിക്ക് പ്രഷർ. ഇതെന്താണ് സംഭവം? ഇത് നമുക്ക് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് സ്ഥാപനത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. അവർ പിന്നെ കുറേയൊക്കെ ഇതൊക്കെ. അപ്പം ഇത് ഡ്രൈവർക്ക് വരുന്ന പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്ന വണ്ടികൾക്കെല്ലാം കുറേ എംബ്ലം അടിച്ചിട്ടുണ്ട്. ചേട്ടാ ഇന്നാൾ കയറിയതേ പോയി. ഞാൻ പറഞ്ഞു നീ പതിയെ പോയാൽ മതി, നമുക്കവിടെ എത്തണ്ടേ. അത് പിന്നെ ഇതാ ഹൈവേ, ബി ലേറ്റ് ഡോണ്ട് ബി ദ ലേറ്റ്. അതെ അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞു. നമ്മളപ്പോഴും ഉച്ചവരെയും റൗണ്ടപ്പ് വരെയും ഇതിനെ ആ രീതിയിൽ ലെവലിൽ തന്നെ കൊണ്ടുപോയി. കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു, കുഞ്ഞിൻ്റെ ദേഹത്ത് പാടുകളുണ്ടെന്നൊക്കെ പറയും. ഈ കുഞ്ഞ് മരിക്കാനുള്ള കാരണം എന്താ അറിയാമോ? ഈ കുഞ്ഞിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ന്യൂമോണിയ ബാധിച്ചിരുന്നു. ന്യൂമോണിയ ബാധിച്ചപ്പോൾ ഈ കുഞ്ഞ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പനിക്ക് ഇവർ അവിടുത്തെ ശരിക്കും പ്രതി അവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ്, അവനെയാണ് പിടിച്ച് വൃത്തിയാക്കേണ്ടത്. ഇവന് ന്യൂമോണിയ ആണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഈ കുഞ്ഞിന് ചെല്ലുമ്പോൾ പാരസെറ്റമോൾ കൊടുത്തു വിട്ടു. ഇത് പാവപ്പെട്ട ഫാമിലിയാണ്. അപ്പോൾ കുഞ്ഞിനെ എന്താ പറയുക, കുഞ്ഞിന് അമ്മ ആഹാരം കൊടുക്കുന്നുണ്ട്, അത് കഴിക്കുന്നില്ല. ഇത് കഴിക്കാൻ വേണ്ടി 2 അടി കുഞ്ഞിന് കൊടുത്തു അമ്മ. അത് കാലിന് 2 അടി കൊടുത്തു. ആ അടിയുടെ പാടാണ് കാലിൽ കിടന്നത്. കുഞ്ഞ് മരിക്കാനുള്ള കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അത് ന്യൂമോണിയാണ്. അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. മണിക്കൂറുകളോളം ആ സ്ത്രീ എടുത്തിട്ട് അലക്കിവന്മാര്, മണിക്കൂറുകളോളം അലക്കി ആ കുഞ്ഞിൻ്റെ പിന്നെന്തുവാ, പാരിപ്പള്ളിയിൽ കുഞ്ഞ് മരിക്കാനുള്ള കാരണം ന്യൂമോണിയ. ഒരു ചെറിയൊരു എന്താ പറയുക ഫ്ലാഷ് ന്യൂസ്, ഒരു പാക്കേജ് പോലും ഇല്ല ധനുഷേ. അത്രയും നേരം മണിക്കൂറുകളോളം ലൈവ് പിടിച്ചവന്മാർ ഒരു പാക്കേജ് പോലും ഇല്ലാതെ ഒരു ഫുട്ടേജിനകത്ത് ഒതുക്കി ഈ വാർത്ത മുക്കി. എന്തോ ഈ മാധ്യമങ്ങൾ ആ പാരിപ്പള്ളിയിൽ അന്ന് പോയി ആ കുഞ്ഞിന്റെ അടക്കത്തിന് പോയിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരൊറ്റ തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ തിരിച്ചു വരത്തില്ലായിരുന്നു. കത്തിച്ചാനവന്മാർ തീയിട്ടാണ് എല്ലാത്തിനെയും കൂടെ പിടിച്ച്. അത് ആരാന്നൊന്നുമില്ല, ചെയ്തവനെയും ചെയ്യാത്തവനെയും എല്ലാത്തിനും മീഡിയ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഒറ്റ മീഡിയ എടുത്തില്ലല്ലോ ആ കുട്ടിയുടെ അടക്കം. എടുക്കാൻ പറ്റില്ല, അവിടെ ചെല്ലാൻ പറ്റില്ല. കാര്യം അത്രയും വലിയ തോന്നിവാസമാണ് ഇവന്മാർ എന്നോട് കാണിച്ചു വെച്ചത്. അപ്പോൾ നമുക്ക് പന്തിരംഗവിലേക്ക് വരാം. രാഹുലിന്റെ കേസിൽ അവൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലും, അവൻ പോയി ആത്മഹത്യ ചെയ്ത് എന്നിട്ട് ഈ കുട്ടി ഒന്ന് ഇതൊന്നും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ കുട്ടി ഏറിപ്പോവും, കുട്ടിയുടെ കുടുംബം ഏറിപ്പോവും. അതിനൊക്കെ മുമ്പേ ഇവർ ബഹിരാകാശത്തിലാണെങ്കിൽ അതിനും മുകളിൽ പോകും ഇവിടുത്തെ മാധ്യമങ്ങൾ. അപ്പോൾ ഏതായാലും ഇത്തരം കേസുകൾ വരുമ്പോൾ ഒന്നുകൂടി സ്റ്റഡി ചെയ്ത ശേഷം മാത്രം ഒന്ന് കൊടുക്കുക പറഞ്ഞുകൊണ്ട് മാത്രമല്ല പുരുഷന് കൂടി നീതി കിട്ടണം. പുരുഷനാണെന്ന് പറഞ്ഞിട്ട് അവൻ പുരുഷനാണെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റൂ? ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ അവനും മനുഷ്യനാണ്. പുരുഷൻ എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാ വൃത്തികൾക്കും പ്രതിബിംബം. ഇപ്പോഴാണെന്ന് തോന്നുന്നു സിനിമകളിൽ സ്ത്രീകൾ വില്ലത്തികളായിട്ട് വന്നു തുടങ്ങിയത്. അല്ലെ പുരുഷനാണ് വില്ലൻ. സർവ്വ പടത്തിലെ സർവ്വ കച്ചറയിൽ കാണിക്കുന്ന മനുഷ്യൻ. മെൻസ് അസോസിയേഷൻ രൂപീകരിക്കും.
ഞാനതല്ല, ഞാൻ പറഞ്ഞ സത്യമാണ്. കൂടത്തായി ജോളിയുടെ ഒക്കെ കഥകൾ ഞാൻ ഒരുപാട് ക്രൈം കേസുകൾ കണ്ടിട്ടുണ്ട്. ഈ ക്രൈം കേസുകളിലൊക്കെ ഞാൻ ക്രൈം റിപ്പോർട്ടറുമായിരുന്നു. ഈ ക്രൈം കേസുകളിലൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന, അതായത് പുരുഷന്മാർ ചെയ്തതിനേക്കാൾ ഭീകരമായിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള സ്ത്രീകളുണ്ട്. കൊല്ലം കൊട്ടിയത്ത്, പിന്നെ കൊല്ലം കുണ്ടറയ്ക്ക് സമീപം ഒരു സ്ഥലത്ത് ഒരു അമ്മ ഒരു മകനെ കൊന്ന് കത്തിച്ചു കളഞ്ഞു. നിസ്സാര പ്രശ്നമാണ്. അമ്മയും മകനുമായിട്ട് വഴക്കായി, കത്തിച്ചിട്ട് പുറകുവശത്ത് കൊണ്ടിട്ടു, തോട്ടത്തിൽ കൊണ്ടിട്ടു, ബോഡി കത്തിച്ച്. പോലീസ് കൊണ്ട് സ്റ്റേഷനിൽ പരാതി ഇവർ നൈസായിട്ട് കൊടുത്തു. ഇവരുകൊണ്ട് പരാതി കൊടുത്ത് എൻ്റെ മകനെ കാണാനില്ല. പോലീസ് വ്യാപക അന്വേഷണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, ഇവൻ മിസ്സിങ്ങാ. പോലീസ് അന്വേഷിച്ച് നാട് മൊത്തം അന്വേഷിച്ചിട്ട് ഇവനെ കിട്ടുന്നില്ല. അവസാനം പോലീസ് ഇവരുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാക്ക ഭയങ്കരമായിട്ടൊരു തോട്ടത്തിൽ കരയുന്നു. അപ്പം ഇപ്പോഴത്തെ CI വിപിൻ കൊച്ചി ഇരിപ്പുണ്ട്, ഇപ്പൊ കൊച്ചിയിലാണെന്ന് തോന്നുന്നത്. അത് ഭയങ്കര ബുദ്ധിമാനായ ഉദ്യോഗസ്ഥനാണ്. എന്നാൽ പുള്ളി SI ആ. പുള്ളി കാക്ക കരയുന്ന ശ്രദ്ധിച്ചു. ഈ കൂട്ടത്തോടെ കാക്ക കിടന്ന് കരയുന്നു. പുള്ളി അവിടെ ചെന്ന് ചാമ്പല് കരിയില മാറ്റി അടി കത്തിച്ചിട്ടേക്കുന്നു. അമ്മയാണ് ചെയ്തത്. ഇത് പഴയ ക്രൈം കേസാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.